A pregnant woman was allegedly denied admission at a government women's hospital, forcing her to deliver on the floor. നമ്മൾ ഇപ്പൊ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഹരിദ്വാറിലെ ഹോസ്പിറ്റലിൽ രാത്രി പ്രസവ വേദനയായിട്ട് വരികയാണ്. ആ സ്ത്രീക്ക് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കൊടുത്തില്ല. രാത്രി 9:30 മുതൽ 1:30 വരെ ആ സ്ത്രീ ഹോസ്പിറ്റലിലെ ഫ്ലോറിൽ പ്രസവ വേദന എടുത്ത് പെടഞ്ഞു കിടന്നു. ഒടുവിൽ ആ ഫ്ലോർ തന്നെ പബ്ലിക്കായി ആ സ്ത്രീ പ്രസവിച്ചു. ഇവൻ ഇമാജിൻ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. എന്നെ അത്ഭുതപ്പെടുത്തിയത് അന്ന് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഒരു ലേഡി ഡോക്ടറാണ്, 2 നഴ്സുമാർ. ഇവരാണ് ആ സ്ത്രീക്ക് അഡ്മിഷൻ കൊടുക്കാതിരുന്നത്. മാത്രമല്ല, പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, മസാകയാ, സന്തോഷമായോ, നീ എൻജോയ് ചെയ്തോ, ഇനിയും പ്രസവിക്കണം. ആർക്കാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക? എസ്പെഷ്യലി ഒരു സ്ത്രീക്ക്. ഓക്കെ, അവരെ സസ്പെൻഡ് ചെയ്തു, ഡിസ്മിസ് ചെയ്തു, ഓക്കെയാണ്. എന്നാലും എന്റെ ഉള്ളിൽ കുറെ നാളായിട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം. യെസ്, ഐ എം എ ഫെമിനിസ്റ്റ്. I have the duty to talk about the women empowerment also. പലപ്പോഴും women empowerment, സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണം, ഫെമിനിസം, ഇതൊക്കെ സ്ത്രീകളെ തന്നെ പഠിപ്പിക്കേണ്ട ഒരു ഗതികേടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും അല്ല, ചിലരേക്ക്. എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുന്ന സ്ത്രീകളെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളെ, ഇതുപോലെ എന്തെങ്കിലും ഇൻജസ്റ്റിസ് ഉണ്ടാകുന്ന സ്ത്രീകളെ സംരക്ഷിക്കാനും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സ്ത്രീകൾക്കുമുണ്ട്. അതും ഒരു വുമൺ എംപവർമെന്റ് ആണ്. ഐ മീൻ, സ്ത്രീകളെ സ്ത്രീകൾ തന്നെ ഉയർത്തണം. സ്ത്രീകൾ തന്നെ കാശുള്ളവൾ, കാശില്ലാത്തവൾ, താഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്നിങ്ങനെ വേർതിരിച്ചിട്ട് ഫെമിനിസം പാടിയിട്ട് എന്ത് കാര്യം? യെസ്, വി നീഡ് സെറിബ്രൽ ഓപ്പർച്യൂണിറ്റി. യെസ്, വി നീഡ് ഇക്വാലിറ്റി ബിഫോർ ഓപ്പർച്യൂണിറ്റി. അടുത്ത് നിൽക്കുന്ന സ്ത്രീയെ നോക്കി മുഖം തിരിച്ചിട്ട് അപ്പുറത്ത് സ്ത്രീവൃത്തി കാണുമ്പോൾ അവിടെ സെലക്റ്റീവായി മാത്രം ഇടപെടുന്ന സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഫെമിനിസം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെയാണെന്ന സ്ഥിരം ചൊല്ല് ഊട്ടി ഉറപ്പിക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നത്. വേദികെട്ടി പ്രസംഗിച്ചിട്ടും സെറ്റും കൊണ്ടെടുത്ത് ഒത്തുചേർന്നിട്ടും അത് മാത്രമല്ല, ഉള്ളുകൊണ്ട് ചേർത്ത് പിടിക്കാൻ പറ്റണം സ്ത്രീകൾക്ക്. അതും ഫെമിനിസമാണ്. ഇവിടെ ചിലര് 4 ആളെ അറിയിക്കാൻ വേണ്ടി ഫെമിനിസ്റ്റാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, പണി കഴിഞ്ഞു, ഖതം. അവർക്ക് ഈ പ്രസവം നോക്കി നിന്ന് എൻജോയ് ചെയ്തവരെ പോലെയാണ് സ്യൂഡോ ഫെമിനിസ്റ്റ്. എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് കുറച്ച് സ്ത്രീകൾക്കെതിരെ തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ഇടയിലൊക്കെ ഉള്ള സ്യൂഡോ ഫെമിനിസ്റ്റുകൾ നിങ്ങൾ തിരിച്ചറിയണം. അവരെ മാറ്റി നിർത്തണം. ദേ ആർ നോട്ട് ഫെമിനിസ്റ്റ്, ദേ ആർ ടിപ്പിക്കലി സ്യൂഡോ ഫെമിനിസ്റ്റ്. പിന്നെ ഈ സ്യൂഡോ ഫെമിനിസ്റ്റുകൾക്കിടയിൽ ഫെമിനിസം 24 മണിക്കൂറും പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ലീഡർഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ സ്ത്രീകളെ ഭരിക്കും. I know I am speaking against women. Not all. Some pseudo feminist.